വലിയ ഭീഷണിയാണ് പിണറായി വിജയന് തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വരുന്നത്. അതിന് പിന്നിൽ ഒരു വലിയ ഉന്നതനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് ആരാണ് ആ ഉന്നതൻ. പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ജയരാജനാണ്. വലിയ കൊടിയ ശത്രുതയാണ് ഉള്ളിൽ പി ജയരാജൻ പിണറായി വിജയനെതിരെ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിഭാഗീയതയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്നും കേൾക്കുന്നുണ്ട്. അതാണോ വാസ്തവം? അതായത് യഥാർത്ഥ സൂത്രധാരകൻ പിണറായിയാണ്. കാരണം ഒരു പാർട്ടിയിൽ എല്ലാവർക്കും ഒരേപോലെ സ്ഥാനമാനങ്ങൾ കൊടുക്കണം എന്നുള്ള സ്ഥലത്ത് പിണറായി വിജയൻ മാത്രം 81 വയസ്സായിട്ടും എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെയായിട്ടും കുനിയാൻ വയ്യാതെയായിട്ടും ഒരു ലിഫ്റ്റ് തൻ്റെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ മുകളിലേക്ക് കയറണമെങ്കിൽ ലിഫ്റ്റ് വേണം എന്നുള്ള അവസ്ഥയായിട്ടും നവകേരള യാത്രയിൽ ബസ്സിൽ കയറി മുകളിലേക്ക് കയറണമെങ്കിൽ ലിഫ്റ്റ് വേണം എന്നുള്ള അവസ്ഥയായിട്ടും അവസ്ഥയിലുള്ള ഒരാൾ തന്നെ വെട്ടാൻ ആരുണ്ടാവാൻ പാടില്ല, തൻ്റെ മരുമോനെ വെട്ടാൻ ആരുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ എല്ലാവരും വെട്ടിമാറ്റി സീറ്റുകൾ കൊടുക്കാതിരിക്കുകയാണ്. പി ജയരാജൻ എന്താ സീറ്റ് കൊടുക്കാൻ മത്സരിക്കാനുള്ള യോഗ്യതയില്ലേ? എം വി ജയരാജന് യോഗ്യയില്ലേ? ഇ പി ജയരാജന് യോഗ്യയില്ലേ? കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ മത്സരിക്കാൻ വേണ്ടി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹത്തിന് തളിപ്പറമ്പ് സീറ്റ് ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ്. അദ്ദേഹം രാജിവെച്ചോ? അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തോ? എന്തിനാ ഈ 3 പേരെയും വെട്ടിമാറ്റിയില്ലേ? കണ്ണൂരിന്റെ ചരിത്രത്തിൽ ഈ 3 നേതാക്കന്മാർ നിർണായക പങ്കുള്ള ആൾക്കാരല്ലേ? പിണറായിക്ക് ഉള്ളതല്ലാത്ത ഇവർക്ക് എന്താണ് ഇത്ര യോഗ്യത കുറവ്? പിണറായിക്കുള്ള പോലെ തന്നെ അവർക്കും യോഗ്യതയില്ലേ? എന്തിന് എം എൻ ഷംസീറിനെ വെട്ടിമാറ്റിയത് എന്തിനാണ്? ഒരു മുസ്ലിം നേതാവ് കമ്മ്യൂണിസ്റ്റായി തലശ്ശേരിയിൽ ജയിക്കുന്നു, അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് മരുമോനെ കഴിഞ്ഞ വർഷം മന്ത്രിയാക്കിയത്. ഏത് വകുപ്പിലാണ് മന്ത്രിയാക്കാൻ യോഗ്യത മുഹമ്മദ് റിയാസിനുള്ളത്? മരുമോൻ എന്നുള്ള യോഗ്യത മാത്രമല്ലേ? അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടുമോ? ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ച് അവിടെയുള്ള പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഗുണ്ടകളുമായി കത്തിച്ച് അവിടെ നിന്ന് ലാവ്ലിന്റെ രേഖകളും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗിലേക്ക് വന്ന 75 കോടിയുടെ ബാങ്ക് അക്കൗണ്ട് രേഖകളും കടത്തിക്കൊണ്ട് പോയത് വെച്ചിട്ടല്ലേ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അദ്ദേഹം മരുമോനായത്, മോളെ കെട്ടിച്ചു വിട്ടിയത്, അതേപോലെ മന്ത്രിയായത്. എന്നിട്ട് പിണറായിയോടൊപ്പം നടത്തുന്ന എല്ലാ കൊള്ളയും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പൊ പിണറായി വിജയനെ വെട്ടാൻ അവിടെയുള്ള സാധാരണ CPM പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഗതികെട്ട ഒരു പാർട്ടിയെ നശിപ്പിച്ച് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി ഈ പാർട്ടി വഴി എല്ലാ തരത്തിലും മറയാക്കി അതായത് മാർക്സിസ്റ്റ് പാർട്ടിയെ മറയാക്കി കൊള്ള ചെയ്ത് മറ്റുള്ളവരെ നിശബ്ദരാക്കി. എല്ലാവർക്കും പലതരത്തിലുള്ള നെഗറ്റീവ് വശങ്ങളുണ്ട്, ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട്. അവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് പിണറായി വിജയൻ. രഹസ്യ പോലീസ് അവരുടെ അടുത്താണ്. പി ശശി അവിടെ ഉണ്ട്, ഫോൺ ചോർത്തുന്നുണ്ട് എല്ലാവരെയും. അങ്ങനെ അവിടെയുള്ള എല്ലാ നേതാക്കന്മാരുടെയും ഇതേപോലെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും എല്ലാ രഹസ്യ വിവരങ്ങളും അറിയുന്ന പിണറായി കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് പ്രാവശ്യം മത്സരിച്ചിട്ടുള്ള എല്ലാവരും. അപ്പം നോക്കൂ, തോമസ് ഐസക് ഉണ്ടോ? AK ബാലൻ ഉണ്ടോ? ജി സുധാകരന് സ്ഥാനം കൊടുത്തോ? എന്തിന് നമ്മുടെ ഇതുപോലുള്ള EP ജയരാജന് സ്ഥാനം കൊടുക്കേണ്ടിയിരുന്നില്ലേ? ഇവർക്ക് എന്താ സ്ഥാനം കൊടുക്കാതിരിക്കുന്നത്? എന്താണ് ഇവർക്ക് അയോഗ്യത? അല്ല, പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ തഴഞ്ഞത് പി ജയരാജനെയാണ്. അല്ലാതെ പി ജയരാജൻ അടക്കമുള്ള ആളുകളെ തഴഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് പിണറായി വിജയൻ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഇപ്പോൾ വെട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിയെ ഉണ്ടാവില്ല. ഇപ്പൊ കണ്ണൂരിൽ ഇപ്പൊ പ്രാദേശികമായിട്ട് പിണറായിയെക്കാട്ടിലും കൂടുതൽ ആരാധക വൃന്ദം പി ജയരാജനുണ്ട്. അല്ല, അത് പണ്ടേ ആ പി ജയരാജന് ഉണ്ട്. അദ്ദേഹം കൈകാല് വെട്ടി അവിടുന്ന് ജീവൻ രണ്ടാമത് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തോടുള്ള ആരാധന മൂത്തുള്ള ആൾക്കാർ 10,000-കണക്കിന് കണ്ണൂരുണ്ട്. അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ കള്ളത്തരം കാണിച്ച് തട്ടിപ്പ് നടത്തിയുള്ള ഒരാളല്ല പി ജയരാജൻ. പി ജയരാജൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും മാതൃകാപരമായിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ്. ആ കമ്മ്യൂണിസ്റ്റായ അദ്ദേഹത്തിന് വലിയ നിലയിൽ പിണറായി വിജയനാണെങ്കിലും ലക്ഷക്കണക്കിന് കോടി രൂപ വിദേശത്ത് അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളുണ്ട്, കള്ളപ്പണ നിക്ഷേപമുണ്ട്. എന്തിന് 10,000 കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപത്തിന്റെ രേഖകൾ നമ്മുടെ ക്രൈമിന്റെ ഓഫീസിൽ നിന്നാണ് പോലീസ് കടത്തിക്കൊണ്ടുപോയി എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട്. അപ്പം ഈ നേതാക്കന്മാർ ചിന്തിക്കുന്ന കാര്യം, ഇനിയും പിണറായി വിജയനെ ഈ അവസ്ഥയിൽ നിർത്തി കഴിഞ്ഞാൽ എന്താവും? ഇനി പാർട്ടിയേ ഉണ്ടാവില്ല. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവര് പിണറായി വിജയനെ അല്ലാതെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച വെട്ടിയിട്ട് രംഗത്ത് പ്രവേശിക്കും. അതിൽ ഏറ്റവും കൂടുതൽ അത് കാണുന്നത് എവിടെ അറിയോ? കണ്ണൂർ ജില്ലയിലും അതേപോലെ കോഴിക്കോട് ജില്ലയിലുമാണ് ഏറ്റവും വ്യാപകമായി കാണുന്നത്. അവിടെയുള്ള CPM പ്രവർത്തകർ വല്ലാതെ രോഷാകുലരാണ്. അവരടിസ്ഥാനപരമായ നയങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് മുതലാളിത്ത സമീപനത്തിലൂടെ പോവുകയാണ്. ആര്? പിണറായി വിജയൻ. മുതലാളിയാണല്ലോ പിണറായി വിജയൻ. മകളൊരു കോടീശ്വരിയാണ്, മകനാണെങ്കിൽ അവിടെ ഈ കള്ളപ്പണം എല്ലാം നിയന്ത്രിക്കുന്ന
നിക്ഷേപങ്ങളെല്ലാം നോക്കുന്ന ബോധം കാക്കുന്ന ഒരാളാണ് മോനായിട്ട് അവിടെ നിൽക്കുന്നത്. മോൻ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ഇവിടെ ഇലക്ഷന് വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഇല്ല. സാധാരണക്കാരുടെ ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ? ഇല്ല. മകൾ ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ? ഇല്ല. കോടീശ്വരന്മാരായിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. ഇത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ വലിയ കുത്തക മുതലാളിമാരായിട്ടും നല്ല ബന്ധമുണ്ടാക്കി അവരെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അതിനുശേഷം അധികാരത്തിൽ നിന്ന് വിട്ടുമാറാൻ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും കഴിയുന്നില്ല. അപ്പം ആ സമയത്ത് ഇതിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ജനങ്ങളെ അടിത്തട്ടിൽ CPM അണികളെ കൊണ്ട് തന്നെ വെട്ടിക്കാനുള്ള പരിപാടിയാണ് ഷംസീർ ആയിക്കോട്ടെ, EP ജയരാജൻ ആയിക്കോട്ടെ, MV ജയരാജൻ ആയിക്കോട്ടെ, എന്തിന് P ജയരാജൻ നടത്തി MV ജയരാജൻ നടത്തിയ പ്രസ്താവന ഒന്ന് കേട്ടു നോക്കൂ. എല്ലാ സീറ്റുകളിലും കടുത്ത മത്സരമായിരുന്നു. ഈസി വാക്ക് ഓവർ ഒരു മണ്ഡലത്തിലും ഇല്ല. പക്ഷേ കാസർഗോഡ് നിലവിലുള്ള സീറ്റുകൾ ഇടതുപക്ഷം നിലനിർത്തുകയും ഒപ്പം മറ്റ് 2 മണ്ഡലങ്ങളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും വിധത്തിലായിരുന്നു വോട്ടെടുപ്പ് ദിവസം വരെയുള്ള അനുഭവം. ഞാൻ അന്നേ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയായാലും ശരി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയായാലും ശരി തെരഞ്ഞെടുപ്പിൽ ഈസി വാക്ക് ഓവർ ഒന്നുമില്ല. അത് അഹങ്കാരമാണ്. ജനങ്ങളാണ് രാജാക്കന്മാർ. അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ധർമ്മടത്തടക്കം നടത്തിയത്. ഒരു പിഴവും ഉണ്ടാകാത്ത വിധമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് പരിശ്രമിച്ചത്. എന്താ കേട്ടത്? അതായത് ധർമ്മടത്തടക്കം പിണറായി വിജയിക്കുമെന്ന് പറയാനാവില്ല. അത്രയും ശക്തമായ മത്സരമാണ് നടന്നതെന്ന് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെ അടക്കം ധർമ്മടത്തടക്കം ആഞ്ഞു വീശുകയാണ് ഈ കാറ്റ്. CPM അണികളിൽ നിന്നുള്ള വോട്ട് UDF അനുകൂലമായി പോയിരിക്കുന്നു എന്നുള്ള സത്യം എന്നോട് കണ്ണൂരിലെ 3-4 പ്രമുഖരായ CPM നേതാക്കന്മാർ എന്നോട് സംസാരിക്കണ്ടായി. ധർമ്മടത്തൊരു CPM നേതാവ് എന്നോട് സംസാരിക്കണ്ടായി. എന്തിന്? പയ്യന്നൂരിലെ CPM നേതാവ് പറഞ്ഞെന്താ അറിയോ? 20,000-നും 25,000-നും ഇടയിൽ വോട്ട് LDF-ന്റെ വോട്ട്, CPM-ന്റെ വോട്ട് കോൺഗ്രസിന് ആർക്ക് പോകും? V കുഞ്ഞികൃഷ്ണന് പോകുന്നതാണ്. അതിനർത്ഥം എന്താ? അവിടെ UDF ജയിക്കുമെന്നുള്ളതാണ്. കണ്ണൂരിലെ ചിലപ്പോൾ 140 സീറ്റിലും കേരളത്തിലെ 140 സീറ്റിലും UDF വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ ഒരു കൊടുങ്കാറ്റ് കേരളത്തിൽ ആഞ്ഞു വീശുന്നുണ്ട്. ആ ആഞ്ഞു വീശുന്നത് ഭരണവിരുദ്ധ വികാരത്തെക്കാൾ പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നത്. ഈ CPM-നെ സമ്പൂർണ്ണമായിട്ടും തകർക്കുക എന്നതാണ് പിണറായിയുടെ ലക്ഷ്യം. പിണറായിയുടെ ലക്ഷ്യം എന്താ വെച്ചാൽ തൻ്റെ മകനും മകൾക്കും അതേപോലെ കുടുംബം സുരക്ഷിതമായി വിദേശത്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കൃത്യമായി ഉണ്ടാവുക, അധികാരം എല്ലാ കാലത്തും കിട്ടുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന് CPM-ഉം ഇല്ല, സാധാരണ അണികളും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അദ്ദേഹത്തിന് ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ ഇപ്പം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൈസ സുരക്ഷിതമാക്കി ഭരണം എല്ലാ കാലത്തും അദ്ദേഹം അവിടെ മരിക്കുന്നവരെ അധികാരത്തിലിരിക്കണം. അങ്ങനെ അധികാര ഭ്രാന്ത് മൂത്ത് മാനസിക നില തെറ്റിയ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ഒരു ഏകാധിപതിയുടെ അപ്പുറത്തെ രൂപമാണ്. ഒരു മാനസിക നില തെറ്റിയുള്ള ഏകാധിപതി എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ കൈവശം ഭ്രാന്തൻ ട്രംപ് കണ്ടില്ലേ? അതേപോലെ ഒരു ഭ്രാന്തനാണ് പിണറായി, അല്ലാതെ വേറൊന്നും.